ഇറാനും താജിക്കിസ്ഥാനും പുറമെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവയവ കടത്ത് സംഘം ദാതാക്കളെ അയച്ചതായി സംശയം. കേരളത്തിലെ അവയവ കച്ചവട റാക്കറ്റിൽ കൂടുതൽ കണ്ണികളെന്നും സൂചന. മുഖ്യപ്രതി മധു ജയകുമാറിന്റെ മൊഴിയിൽ അന്വേഷണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് NIA. മിഥുൻ അയ്യപ്പൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത്, ഈ അവയവത്തിന് വേണ്ടിയിട്ടുള്ള അവയവം കടത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യക്കടത്ത് നടന്നിരുന്നു എന്നാണ് നേരത്തെ നമുക്ക് ലഭ്യമായിരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. അത് കേസിന്റെ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നതിനിടെയാണ് അതിലെ മുഖ്യപ്രതിയായിട്ടുള്ള മധു ജയകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വിധേയമാക്കിയപ്പോഴാണ് ഈ തജാക്കിസ്ഥാനിലേക്കും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കും ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് നടന്നിരുന്നു എന്നുള്ള വിവരം ഈ മധു ജയകുമാറിൽ നിന്ന് ലഭിച്ചത്. മധു ജയകുമാർ നൽകിയിരിക്കുന്ന മൊഴിയെ പ്രകാരം ആദ്യ കേസ്, അതായത് ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്ത് കണ്ടെത്തിയതിനു ശേഷവും അതിനെ FIR രേഖപ്പെടുത്തിയതിനു ശേഷവും തജാക്കിസ്ഥാനിലേക്ക് 2 പേരെ കടത്തിയിരുന്നു എന്ന് ഈ മധു ജയകുമാർ മൊഴി നൽകിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ 2 പേർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം NIA നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NIA കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 പേരെ കണ്ടെത്തിയതിനു ശേഷം അവരുടെ മൊഴിയെടുക്കുകയും കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. വിവിധ ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിലൂടെ ഈ സംഭവത്തിന്റെ വ്യാപ്തി കൂടുതൽ തലങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് NIA പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ മനുഷ്യക്കടത്തിലൂടെ ലഭിച്ച പണം എന്തിനു വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിരുന്നു NIA ഇപ്പോൾ അവസാനമായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത് മധു ജയകുമാറിനെ. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പണം ബിറ്റ്കോയിനാക്കി മാറ്റുകയും ഒപ്പം തന്നെ ഭൂമി ഇടപാടുകൾക്ക് വേണ്ടി, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് വേണ്ടി. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.